ഇന്ന് പ്രസ് ബ്രീഫിങ്ങിലൂടെ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത് പ്രസ് ബ്രീഫിങ്ങിൽ വളരെ സ്ട്രെസ്ഫുൾ ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. പാകിസ്ഥാൻ തുടർച്ചയായിട്ട് എസ്കലേറ്റ് ചെയ്യുന്നു. അത് വ്യോമാതിർത്തി ആദ്യത്തെ ഒറിജിനൽ എസ്കലേഷൻ സംഭവിച്ചത് എവിടെയാണ്? അത് പഹൽഗാമിലാണ്. രണ്ടാമത്തെ എസ്കലേഷനാണ് ഇന്നലെ സംഭവിച്ചത്. ഞാൻ എൻ്റെ ടേക്ക് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്ക് വേണ്ടി കെണിയൊരുക്കുകയാണ്. തുടർച്ചയായി പാകിസ്ഥാൻ ഇന്ത്യക്ക് വേണ്ടി ഒരുക്കുന്ന കെണികളെ അതിവിദഗ്ധമായി ഒരു അഭ്യാസിയുടെ മികവോടുകൂടി കഴിവോടുകൂടി ഇന്ത്യ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കെണിയൊരുക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെട്ട് പാകിസ്ഥാൻ്റെ കെണി തകർക്കുന്ന ഇന്ത്യ. അതാണ് എൻ്റെ ഇന്നത്തെ ഒബ്സർവേഷൻ. ഇന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് അതാണ്. ഞാനതെങ്ങനെയാണെന്ന് പറയാം. ഇത് നോക്കൂ, ആദ്യത്തെ ഒറിജിനൽ എസ്കലേഷൻ എന്ന് വിക്രം മിശ്രി പറയുന്ന കാര്യം സംഭവിച്ചത് ഏപ്രിൽ 22-ാം തീയതിയാണ്. 22-ാം തീയതി നടന്ന അറ്റാക്ക്, ആ 22-ാം തീയതി നടന്ന അറ്റാക്ക് ഒറിജിനൽ എസ്കലേഷനാണ്, ഒരു സംശയമില്ല. പാകിസ്ഥാൻ്റെ മിലിറ്ററി അനുമതിയോടുകൂടി അവിടുത്തെ അസീം മുനീറിൻ്റെ അനുഗ്രഹാശസ്സുകളോട് കൂടിയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ടിലെ ഭീകരവാദികൾ നമ്മളുടെ 25 സഹോദരങ്ങളെയും നേപ്പാളിലെ ഒരു സഹോദരനെയും വെടിവെച്ച് വീഴ്ത്തിയത്. സോ ആ ഒറിജിനൽ എസ്കലേഷൻ എന്തിനു വേണ്ടിയായിരുന്നു? ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുകയും അങ്ങനെ ഇന്ത്യയെ തന്നെ ആഭ്യന്തരമായി എന്നും യുദ്ധത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രം, ഞാനെന്തിനാ പറയുന്നത്, നേഷൻ അറ്റ് എ വാർ ഫോർ ഓൾ ടൈം എന്ന നിലയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള പാകിസ്ഥാൻ്റെ ഒരു വലിയ കെണിയായിരുന്നു അത്. പക്ഷേ ആ കെണി ആരെ തോൽപ്പിച്ചത്? ആ കെണിയെ തോൽപ്പിച്ചതിൽ ഒന്ന് ആരിതിയാണ്, ഒന്ന് ആദിലാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നത് തോൽപ്പിച്ചു. ആരിതിക്ക് കാശ്മീരിൽ സമീറും മുസാഫർ എന്ന് പറയുന്ന സഹോദരന്മാരുണ്ടാവുകയും സമീറിനും മുസാഫറിനും കേരളത്തിൽ ആരിതി എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടാവുകയും ചെയ്യുന്ന ദൃഢതയിലേക്ക്, ഒരു യൂണിറ്റിയിലേക്ക്, ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിലേക്ക് അത് എത്തിച്ചു. പാകിസ്ഥാൻ്റെ കെണി അവിടെ പരാജയപ്പെടുത്തി. ഒരു മിലിറ്ററി ഇൻ്റർവെൻഷനുമല്ല ഒറിജിനൽ എസ്കലേഷനെ പരാജയപ്പെടുത്തിയത്. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ പൗരന്മാരുടെ ഐക്യമാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഐക്യം കണ്ട് പാകിസ്ഥാൻ്റെ ആദ്യ കെണിയിൽ നിന്ന് നമ്മൾ ഊരിപ്പോന്നു. ഇനി ആ കെണി ഇവിടെ വേവൂല എന്നുള്ള കാര്യം വ്യക്തമായി. ദാറ്റ് വാസ് ദി നമ്പർ 1. നമ്പർ 2, അതിനുശേഷമാണ് മിലിറ്ററി കൺഫ്രണ്ടേഷൻ തുടങ്ങുന്നത്. ശരിയാണ്, ഇന്നലെ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളെ ലാക്കാക്കിയുള്ള നീക്കം നടക്കുന്നു. അതിൻ്റെ കാരണമുണ്ട്. റാവൽപിണ്ടിയിൽ നമ്മളുടെ ഒരു ഡ്രോൺ പോയി വീഴുന്നതിൻ്റെ കാരണം അവിടെയുള്ള ഡിഫൻസ് സിസ്റ്റം തകർക്കുന്നതിൻ്റെ കാര്യം 15 ഇടങ്ങളിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷമാണ് റാവൽപിണ്ടിയിൽ ഒരു സ്ട്രൈക്ക് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതൊരു എസ്കലേഷനാണ്. അതുകൊണ്ട് അവസാനിക്കേണ്ടതാണ് ഇന്നലത്തതുകൊണ്ട്. പാകിസ്ഥാന് മനസ്സിലാകണം, പാകിസ്ഥാൻ്റെ ഡ്രോണുകൾക്ക് ഇന്ത്യയിലെ വ്യോമാതിർത്തി ലംഘിക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാകേണ്ടതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും പാകിസ്ഥാൻ ഇന്നലെ രണ്ടാമത്തെ ലെവൽ ഓഫ് എസ്കലേഷൻ നടത്തി. ആ ലെവൽ ഓഫ് എസ്കലേഷനിൽ 2 പ്രധാനപ്പെട്ട ട്രാപ്പുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്പർ 1 ട്രാപ്പ് എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നു വരാൻ വേണ്ടി അവർ ടർക്കിഷ് ഡ്രോണുകളെയാണ് പ്രധാനമായിട്ടും ആശ്രയിച്ചത്. ഈ ടർക്കിഷ് ഡ്രോണുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സോങ്കർ ഡ്രോണുകളാണ് ഈ ടർക്കിഷ് ഡ്രോണുകൾ. ആ ടർക്കിഷ് ഡ്രോണുകൾ ടർക്കിഷാണ്. അത് സഞ്ചരിച്ച വ്യോമപാതയാണ് അതിനകത്ത് ട്രാപ്പ് എന്ന് പറയുന്നത്. അതാണിന്ന് വിക്രം മിശ്രി വളരെ കൃത്യമായി പറയുകയും സോഫിയ ഖുറേഷി അണ്ടർലൈൻ ചെയ്തത്. സാധാരണ യുദ്ധ സാഹചര്യങ്ങളിൽ അത്തരം എയർ സ്പേസുകൾ ശൂന്യമാക്കി ഇടുക എന്നുള്ളതാണ് ഒരു യുദ്ധനീതി എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ദമാമിൽ നിന്ന് ലാഹോറിലേക്ക് പുറപ്പെട്ട ഒരു വിമാനം, ആ വിമാനത്തിന് എന്താ സംഭവിച്ചത്? ആ വിമാനം പാകിസ്ഥാനിൽ നമ്മുടെ ഈ അതിർത്തി പ്രദേശത്തിന് സമീപത്തു കൂടി കടന്നു പോകുന്നു. A320-25-1N എന്ന വിമാനം സൗദി അറേബ്യയിലെ ദമാമിൽ നിന്ന് ലാഹോർ ഫ്ലൈ ചെയ്യുന്നു. ആ സമയമാണ്, ഇന്നലെ രാത്രി നമ്മൾ സംസാരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഈ സിവിൽ എയർലൈൻ, അതായത് A320-21N എന്ന ഫ്ലൈറ്റിൻ്റെ മറ പിടിച്ചാണ് ഈ ടർക്കിഷ് ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പായിക്കുന്നത്. എന്തിനു വേണ്ടി അത് ചെയ്തത്? അപ്പം ആ പാത്ത് കാണിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഫ്ലൈറ്റ് പാത്ത് ഫ്ലൈറ്റ് ഡൊഡ 24-ൽ നിന്ന് ഇന്ന് സോഫിയ ഖുറേഷി കാണിക്കുന്നുണ്ട്. വിദേശികളടക്കം യാത്രക്കാരായിരിക്കുന്ന ഒരു സിവിൽ എയർലൈൻസിൻ്റെ ഒപ്പം ഡ്രോണുകൾ പറത്തുക. ആ ഡ്രോണുകൾ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് സ്വാഭാവികമായിട്ടും ടാർഗറ്റ് ചെയ്യുക. ഇന്ത്യയിലെ റഡാറുകൾ സിഗ്നൽ ചെയ്യുന്ന എന്തായിരിക്കും? ഡ്രോണുകൾ വരുന്നു, ഡ്രോണുകൾക്കൊപ്പം ഒരു യാത്രാ വിമാനവും വരുന്നു. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഡ്രോണുകളെ ചെറുക്കാൻ വേണ്ടി S-400-ൻ്റെയോ ആകാശ് മിസൈലുകളോ ഫയർ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലേതെങ്കിലും ഒരു ഡ്രോണിൽ നിന്ന് തെറ്റി, ഇതിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളാണല്ലോ ഇതെല്ലാം, ഇതേതെങ്കിലും ഇനി ആ ഡ്രോണിൽ തന്നെ തട്ടിയ ഡ്രോൺ പോയി ഈ സിവിൽ എയർലൈനിൽ തട്ടിയാൽ പോലും എന്ത് കാഷ്വാലിറ്റിയാണ് ഉണ്ടാവാൻ പോകുന്നത്? പിന്നീട് എന്തായിരിക്കും വരാൻ പോകുന്ന വാർത്ത? അന്തർദേശീയ സമൂഹത്തിന് മുന്നിൽ പിന്നെ ഇന്ത്യക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഇന്ത്യ വളരെ സക്സസ്ഫുള്ളി ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു, താങ്ക്സ് ടു ആകാശ് മിസൈൽസ് ആൻഡ് S-400 എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത് എന്താണ്? അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് പൂഞ്ചിലെ ഗുരുദ്വാര.
പൂഞ്ചിലെ ക്രിസ്ത്യൻ കോൺവെൻറ്റുകൾ അവിടെ 2 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്തു, അവരുടെ രക്ഷിതാക്കളുടെ ജീവനെടുത്തു അറ്റാക്കിലൂടെ. പൂഞ്ചിൽ തുടർച്ചയായിട്ട് നടത്തിയ ഷെല്ലാക്രമണം 16 പേർ നമ്മൾ കൊല്ലപ്പെട്ടു. ഇന്നലെ മിനിസ്റ്റർ തന്നെ പറഞ്ഞു അതിൽ 2 പേർ ഈ കുഞ്ഞുങ്ങളാണ്. അവർ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ റിലീജിയസ് വർഷിപ്പ് പ്ലേസസ് ആണ്. ക്ഷേത്രങ്ങൾ ലക്ഷ്യമിടുന്നു, ഗുരുദ്വാര ലക്ഷ്യമിടുന്നു. പൂഞ്ചിലെ ഗുരുദ്വാരയിൽ നടന്ന അറ്റാക്കിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് അകാലിദൾ വലിയ പ്രതിഷേധക്കുറിപ്പ് ഇറക്കിയതും. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഗുരുദ്വാര, കോൺവെന്റുകൾ, ക്ഷേത്രങ്ങൾ, ഇങ്ങനെയുള്ള റിലീജിയസ് പ്ലേസുകളെ അറ്റാക്ക് ചെയ്യുക. ഇപ്പോൾ വീണ്ടും പൂഞ്ചിൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ള വിവരം വരുന്നു. യെസ്, നോക്കൂ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിരന്തരം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ട്രാപ്പിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. അവർക്ക് നമ്മുടെ സൈനിക ശേഷി നന്നായിട്ട് അറിയാം. അവർ അതിനേക്കാൾ ഭയക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരുമയാണ്. അതുകൊണ്ടാണ് ഗുരുദ്വാരയ്ക്ക് നേരെ, അവർ കോൺവെന്റുകൾക്ക് നേരെ, ഈ പറയുന്ന ക്ഷേത്രത്തിനു നേരെയൊക്കെ തുടർച്ചയായിട്ട് അറ്റാക്ക് നടത്തുന്നത്. പക്ഷേ ഇന്ത്യ അതിൽ വീണു പോകുന്നില്ല. നമ്മൾ സ്ട്രാറ്റജിക്കലി നമ്മൾ തിരിച്ചടിച്ചു, നമുക്ക് എല്ലാത്തിനെയും ഡിഫ്യൂസ് ചെയ്യാൻ സാധിച്ചു. ശരിയാണ്, മോട്ടാർ ഷെല്ലുകളിൽ പലതും പതിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ നഷ്ടത്തെ നമ്മൾ കാണുന്നത് തിരിച്ചടിക്ക് നമ്മൾക്കിത് ലോക സമൂഹത്തിന് മുന്നിൽ നമ്മൾ കാട്ടിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊരു വലിയ നഷ്ടമായി നമുക്ക് മിലിറ്ററിയുടെ ഭാഷയിൽ അവർ കണക്കാക്കുന്നില്ല. പാകിസ്ഥാനിന് സംഭവിച്ചിരിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ മിലിറ്ററി പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെ ട്രാപ്പിൽ നിന്ന്, കെണിയിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെട്ട ഇന്ത്യയാണ് നമ്മളിന്ന് കാണുന്നത്. താങ്ക്സ് ടു മിലിറ്ററി, അതേപോലെ തന്നെ താങ്ക്സ് ടു ദ സിവിലിയൻ കോൺഷ്യസ്നെസ്, നമ്മളുടെ പൗരബോധത്തിൻ്റെയും മിലിറ്ററി ബ്രില്യൻസിൻ്റെയും ഒക്കെ മികവാണത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നിപ്പോൾ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചനകളാണല്ലോ നടന്നത്. അതിൽ പ്രധാനമന്ത്രി അജിത് ഡോവലിനെ കണ്ടു, രാജ്നാഥ് സിംഗുമായിട്ട് ചർച്ച നടത്തുന്നു. അതിനുശേഷം പ്രതിരോധ വകുപ്പ് മന്ത്രി, ചീഫ് ഓഫ് എയർ ഡിഫൻസ് സ്റ്റാഫിനെ കാണുന്നു, സംയുക്ത പ്രതിരോധ മേധാവിയെ കാണുന്നു, 3 കരസേന, വ്യോമസേന, നാവികസേന മേധാവികളെ കാണുന്നു. മറുഭാഗത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി പാരാമിലിറ്ററി ഫോഴ്സസുമായിട്ട് മേധാവികളുമായിട്ട് ചർച്ച നടത്തുന്നു. ഇത്തരം കൂടിയാലോചനകളൊന്നും പാകിസ്ഥാനിലില്ല കേട്ടോ. പാകിസ്ഥാനിൽ അസീം മുനീർ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് പോലുമില്ല. ഇന്നൊരു വാക്ക് കേട്ടോ അസീം മുനീറിൻ്റെ, ഇന്നൊരു വാക്ക് പോലും കേട്ടില്ല. എന്തിനാണ് ഷഹബാസ് ഷെരീഫിൻ്റെ വാക്ക് പോലും കേട്ടിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ വീക്കാവുകയും അസീം മുനീറും ആർമിയും ഉയർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലൊരു ഗവേണൻസ് ഉണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിഞ്ഞൊരു ദിവസമാണ്. അക്കൗണ്ടബിൾ ആണ് ഇന്ത്യയുടെ ആർമി എന്നൊരിക്കൽ കൂടി പ്രൂവ് ചെയ്ത ഒരു ദിവസം കൂടിയാണ്. അതാണ് നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്.